തിരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തിയ രോഹിത്തിനെ ഹരി വിളിക്കുന്നുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് ഉപദേശിച്ച് രോഹിത്തിനെ വഴിതെറ്റിക്കുക, അത് തന്നെയാണല്ലോ ഹരിയുടെ തീരുമാനം. ഹരി വിളിച്ച് രോഹിത്തിനോട് പറയുന്നുണ്ട്, എടാ നീ ഈ കിട്ടുന്ന അവസരങ്ങളൊന്നും നീ വെറുതെ കളയരുത്. അവൾ അന്ന് അവളുടെ പള്ളയ്ക്ക് ആ കത്തി കയറ്റിയെന്ന് വിചാരിച്ചിട്ട് നമുക്കേ ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റാതെ നീ നോക്കണം. ഇപ്പോഴാണെങ്കിൽ നിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലും ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കല്ലേ, വീട്ടിൽ ആരും ഉണ്ടാവില്ലടാ. ഇപ്പം എല്ലാം കൊണ്ട് സൗകര്യമല്ലേ. ബബിത പിന്നെ നിനക്ക് എന്തിനെങ്കിലും കൂട്ട് നിന്നാലോ? നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ കൃഷ്ണമോൾ ഇല്ലാത്തപ്പോൾ നോക്കിയാൽ മതി. ഇതൊക്കെ കേട്ടിരുന്ന രോഹിത് ഹരിയോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടാ, നമ്മൾ ഒരു വട്ടം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നിനക്ക് വല്ല തലക്ക് പ്രാന്തുണ്ടോ എൻ്റെ ഹരി? നീ അന്ന് എന്നെ കുടുക്കിയതാ. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, ഞാനെങ്ങനെ കുടുക്കിയെന്ന്? നീയും കൂടി അറിഞ്ഞിരുന്നിട്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തത്? അത് പിന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ആ പെണ്ണിനോട് ഉണ്ടായിരുന്നില്ല. നീയാണ് എന്നോട് പറഞ്ഞൊരേന്ന് പിടിപ്പിച്ചു വെച്ചത്. അല്ലാതെ ഞാൻ അവളെ അങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. ഇപ്പം എന്ത് വന്നു? ഇപ്പം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അച്ഛന് ഒരു കുത്താണ്, റേപ്പിസ്റ്റ്. ആ കൃഷ്ണമോൾക്കുണ്ട് അത്. എൻ്റെ തലയിൽ ആ പേര് ചാർത്തി തന്നത് നീയാണ് ഹരി. ഇനി നീ മിണ്ടാതിരുന്നോ? എൻ്റെ പൊന്നു രോഹിത്തെ, നിന്നോട് അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അവളുടെ ആ അഹങ്കാരമൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടാവണം. അവൾ നമ്മളെല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തില്ലേടാ. എന്നിട്ടോ നമ്മൾ എന്തെങ്കിലും അവളെ ചെയ്തോ അന്ന്? അവൾ തന്നെ ഒരു കത്രിക എടുത്ത് അവളെ പള്ളയ്ക്ക് അങ്ങോട്ട് കയറ്റി. എന്നിട്ട് നമ്മളല്ലേ നാണം കെട്ടത്? എന്നെ അന്നായ മനുവേട്ടൻ തല്ലി ചതച്ച്. നിന്റെ അച്ഛനും അമ്മയൊക്കെ അന്ന് തല്ലിയില്ലേ? എല്ലാവരുടെ മുമ്പിലും നിന്നെ ഒരു ചോദ്യചിഹ്നമാക്കി അവൾ നിർത്തിയില്ലേ? ഓ, എന്താ ഔദാര്യം അവൾ ചെയ്തത്? പോലീസിൽ മാത്രം പരാതി പറഞ്ഞില്ല, അതല്ലേ അവൾ ചെയ്തുള്ളൂ. ഇതിലും ഭേദം അതും കൂടിയും പറയുന്നതായിരുന്നു. അല്ലാതെ ഇപ്പം എന്താ സംഭവിച്ചത്? എല്ലാ രോഹിത്തെ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടെന്താ പിന്നെ നീയൊന്നും മിണ്ടാത്തത്? അല്ലടാ, ഇനി നിന്റെ മനസ്സിലെങ്ങാനും തോന്നുന്നുണ്ടോ അത് നിന്റെ അച്ഛൻ്റെ മകളല്ലേ, നിന്റെ ചേച്ചിയല്ലേ എന്നൊക്കെ? എൻ്റെ പൊന്നു രോഹിത്തെ, അത് നിന്റെ അച്ഛൻ്റെ മകളൊന്നുമല്ല. ഇവിടെ അമ്മയും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, നിന്റെ അച്ഛനെ ഒരുപാട് വർഷങ്ങളോളായിട്ട് നിന്റെ അമ്മനെ പ്രേമിച്ചിരുന്ന ആളാ. അതിനിടയ്ക്ക് എങ്ങനെയാടാ നിന്റെ അച്ഛന് ഒരു സെറ്റപ്പിൽ ഒരു മോളും ഒക്കെ ഉണ്ടാവുന്നത്? നിന്റെ അച്ഛൻ്റെ സെറ്റപ്പ് ഇപ്പോൾ ആയതല്ലേ ഇവളാടാ. നീ ട്രൈ ചെയ്തോ ധൈര്യമായിട്ട്? അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, നീ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഫോൺ വെച്ച് എൻ്റെ ഹരി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, നീ പോയേ. അപ്പോൾ രോഹിത്തിനെ വീണ്ടും ഹരി ഇങ്ങനെ വാശി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എടാ, നീ എന്നാൽ അവളെ റേപ്പൊന്നും ചെയ്യാനല്ല ഞാൻ ഈ പറയുന്നത്. നമ്മളോട് ഈ കാണിച്ചതിനൊക്കെ എന്തെങ്കിലും ഒരു അടി കൊടുത്തൊരു മൂലയ്ക്ക് ഇടടാ. അവളെന്തായാലും നിൻ്റെ പേരൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളോടെല്ലാവരോടും അവൾക്ക് എന്തോ സിമ്പതി ഉണ്ട്, അതാണ് ഒന്നാമത്തെ കാര്യം. നീയേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. അപ്പോൾ രോഹിത് കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ചിരുന്നതിന് ശേഷം പറയുന്നുണ്ട്, അത് വേണമെങ്കിൽ ഒരു കൈ നോക്കാവുന്നതാ. നീ ഒരു കാര്യം ചെയ്യ്, നീ കോൾ കട്ട് ചെയ്യും, നിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വിളിക്കാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹരിയുടെ കോൾ കട്ട് ചെയ്തതിന് ശേഷം രോഹിത് താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ രോഹിത് നോക്കുമ്പോൾ വീടാകെ സൈലൻ്റാണ്. കിച്ചണിൽ മാത്രം വാഷ് ബേസിനിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എങ്കിലും ഒന്ന് ഉറപ്പ് വരുത്താൻ എന്ന രീതിയിൽ രോഹിത് അവിടെയൊക്കെ നടന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളും ബാലചന്ദ്രനും ബബിതയും ഒന്നും കാണുന്നില്ല. രോഹിത് പതിയെ പമ്മി കിച്ചണിലേക്ക് നടന്നിങ്ങോട്ട് വരുമ്പോഴേക്കും ടേബിളിലിരിക്കുന്ന അലീനയുടെ ഫോൺ ബെല്ലടിക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്തിന് ഉറപ്പായിരുന്നു അലീന കോൾ എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഹാളിലോട്ട് വരുമെന്ന്. അപ്പോഴേക്കും രോഹിത് അവിടെ നിന്ന് മാറിക്കളയാണ്. അലീനയ്ക്ക് കോൾ വന്നത് മനുവിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അലീന കോൾ എടുത്തപ്പോൾ തന്നെ മനു ചോദിക്കുന്നുണ്ട്, എന്താടി പെണ്ണേ ഫോൺ എടുക്കാൻ ഇത്ര താമസം? മനുവേട്ടാ, ഞാൻ കിച്ചണിലായിരുന്നു, അവിടെ നിങ്ങളുടെ എത്തണ്ട് എനിക്ക്. ഇവിടെ ഹാളിലായിരുന്നു ഫോൺ ഇരുന്നത്. ഓ, നീ പിന്നെ 24 മണിക്കൂറും കിച്ചണിൽ തന്നെയാണല്ലോ. എന്താടി പെണ്ണേ ഇത്, നിൻ്റെ ഡ്യൂട്ടി ഒന്നും ഇതുവരെയും കഴിഞ്ഞില്ലേ? ഇത്ര തിരക്കാണോ നിനക്ക്? മനുവേട്ടാ, സമയം 11 എനിക്ക് ഉച്ചക്കൽക്കേക്കുള്ള ഫുഡൊന്നും റെഡി ആയിട്ടില്ല. പിന്നെ ഇന്ന് അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ടുപോകണ കാര്യമൊന്നും രാവിലെ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി കൊണ്ടുപോകണ്ടല്ലോ എന്ന്. അത് കാരണം ഫുഡൊന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ പോകുമ്പോഴേക്കും ആയേനെ. അതുകൊണ്ടാണ് വൈകിപ്പോയത്. പിന്നെ എനിക്ക് എന്താ ജോലി? ഇങ്ങനെ ഇതൊക്കെ തന്നെ. ഓ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നീ ഇപ്പോഴും അടുക്കളക്കാരി തന്നെ. അയ്യോ മനുവേട്ടാ, അങ്ങനെയൊന്നുമല്ല.
നമ്മുടെ വീട്ടിലെ ജോലി നമ്മ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് അടുക്കളക്കാരിയാവുന്നത്? ഞാൻ ഈ വീട്ടിലത്തല്ലേ, പിന്നെ എന്താ പ്രശ്നം? ഇപ്പം മനുവേട്ടൻ്റെ വീട്ടിൽ ഞാൻ വന്ന് നിൽക്കുകയാണെങ്കിലും അതെൻ്റെ വീടായി. അപ്പം ഞാൻ അവിടുത്തെ ജോലികളും ചെയ്യില്ലേ? അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. ഓഹോ! അത് ശരി. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പുറത്തൊന്നും കാണിക്കാഞ്ഞിട്ടാണ്. നീയാള് കൊള്ളാലോ. ദേ മനുവേട്ടാ, കളി തമാശ കളിക്കല്ലേ. എനിക്കൊന്നും നേരൊന്നുമില്ല. ഞാൻ പിന്നെ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതുമല്ല. അപ്പോഴേക്കും കിച്ചണിൽ നിന്ന് കുക്കറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അലീന അത് പറയാണ് കേട്ടോ. മനുവേട്ടാ, അതേ കുക്കറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ? ഞാൻ പോക്കോട്ടെ, കുറച്ച് പണികളും കൂടി ഉണ്ട്. അതല്ല അലീന, അപ്പം അവിടെ ആരും ഇല്ലേ വേറെ? ഇല്ല മനുവേട്ടാ, അച്ഛൻ പോയി, പിന്നെ കൃഷ്ണമോള് ക്ലാസ്സിൽ പോയി, ബബിത കോളേജിലും പോയി. നീ ഒറ്റയ്ക്കേ ഉള്ളൂ? ഒറ്റയ്ക്കല്ല, മുകളിൽ എവിടെയോ രോഹിത് ഉണ്ട്. അവൻ ഇന്ന് കോളേജില്ലേ? അറിയില്ല മനുവേട്ടാ, ഇനിയിപ്പോൾ 11 മണി കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ ഇല്ലായിരിക്കും. എന്തോ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ മനുവിന് ആകെ ഒരു ടെൻഷനാവുകയാണ് കേട്ടോ. അപ്പോൾ മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അലീന നീ ശ്രദ്ധിക്കണം, മുൻപത്തെ കാര്യങ്ങളൊക്കെ നീ മനസ്സിൽ തന്നെ വെക്കണം കേട്ടോ. അവന് നീ ആങ്ങളെയൊക്കെയാണ്, പക്ഷേ അവന് അതൊന്നും അറിയില്ല. അവനിപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി വാശിയും വൈരാഗ്യവും നിന്നോട് കൂടിയിട്ടുണ്ടാവേ ഉള്ളൂ. അവൻ്റെ കണ്ണിൽ നീ ഇപ്പോഴും വീട്ടിലെ അടുക്കളക്കാരി മാത്രമാണ്. നീ അതുകൊണ്ട് ശ്രദ്ധിക്കണേ അലീന. അവന് നല്ല ബുദ്ധിയും കുബുദ്ധിയും ഒക്കെ ഉപദേശിച്ചു കൊടുക്കുന്നതേ ഇവിടെ ഉള്ളവനാണല്ലോ. അപ്പം എന്തായാലും നല്ലതൊന്നും പറഞ്ഞു കൊടുക്കില്ലെന്നേ ഉറപ്പുണ്ട്. അതുകൊണ്ടും കൂടിയാ ഈ പറയുന്നത് നിന്നോട്, നീ ശ്രദ്ധിക്കണമെന്ന്. അലീനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മനുവിന് എന്നാൽ എന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ മനു ആണെങ്കിൽ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ മനു വീട്ടിലേക്ക് കൂടി വിളിക്കുകയാണ്. അമ്മയെ വിളിച്ചിട്ട് മനു ചോദിക്കുന്നുണ്ട്, അമ്മേ ഹരിയില്ലേ അവിടെ? അപ്പോൾ കമല പറയുന്നുണ്ട്, ഇല്ല, ഈ സമയത്ത് എങ്ങനെയാണ് അവൻ ഇവിടെ ഉണ്ടാവുന്നത്? അവന് കോളേജിലൊന്നും പോകണ്ടേ? ഓ, കോളേജിൽ പോയോ? എപ്പോഴാ പോയേ? അവൻ ഒരു അരമണിക്കൂറായി കാണും. അത് ശരി. 10:30-ക്കാണോ വീട്ടിൽ നിന്ന് പോകുന്നത് കോളേജിലേക്ക്? കോളേജിലേക്ക് പോകുന്നത് തന്നെയാണോ നമ്മ അന്വേഷിക്കുന്നുണ്ടോ? ദേ മനു, നീ എപ്പോൾ നോക്കിയാലും അവനിങ്ങനെ കുത്തി കുത്തി പറയുന്നുണ്ടേ, എനിക്കത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കമല ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ മനുവിന് ആകെപ്പാടെ ഒരു സമാധാനക്കേടായിട്ടോ, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ മനുവിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം മനു കാറിൻ്റെ സ്പീഡ് കൂട്ടുകയാണ്. അപ്പോൾ നെടുമ്പുരിക്കൽ വീട്ടിലേക്ക് തന്നെ വേഗം പോകാം എന്നുള്ള രീതിയിൽ മനു അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ ഇതേ സമയം രോഹിത്ത് അലീന കിച്ചണിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. പക്ഷേ രോഹിത്തിന് ഒരു ധൈര്യക്കുറവ്. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ഹരിയുടെ കോള് വരികയാണ്. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, ഡാ എന്തായി കാര്യങ്ങളൊക്കെ? നീ പോയി നോക്കിയോ അവളെ? നീ ഒന്നും ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് ഹരി, എനിക്ക് താഴോട്ട് വന്ന് അവളെ കാണുമ്പോൾ തന്നെ എൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? നിനക്കേ അങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഞാനാണ് ഇവിടെ കിടന്ന് ഈ അനുഭവിക്കുന്നത് നിൻ്റെ ഒരേ വാക്ക് കേട്ടിട്ട്. അപ്പം ഹരി പറഞ്ഞു കൊടുക്കുകയാണ്, എടാ മണ്ട, നിനക്ക് ഇത്രക്ക് ബുദ്ധി ഇല്ലാണ്ടായോ? നിൻ്റെ അമ്മ കിടക്കണ കിടപ്പ് കണ്ട? ഇതിനെല്ലാത്തിനും കാരണക്കാരി അവൾ ഒരുത്തിയാണ്. നീ പോയാൽ കിച്ചണിൽ പോയിട്ട് വല്ല ഫ്രൈ പാനോ വല്ല കുക്കറോ ഒക്കെ എടുത്തിട്ട് അവളെ തലക്കിട്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് പോരടാ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ആ ഗ്യാസ് അടപ്പ് അങ്ങോട്ട് ഓൺ ചെയ്തിട്, പൊട്ടിത്തെറിച്ച് ചത്തു പോട്ടെ സാധനം. എൻ്റെ പൊന്ന് ഹരി, നീയൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? നിനക്ക് അവിടെ കിടന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഇതൊക്കെ കേൾക്കുന്നേ എൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കുന്നുണ്ടോ? നീ കോളൊന്ന് കട്ട് ചെയ്തേ. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് ഇത്രയ്ക്ക് പേടിയുണ്ടെങ്കിൽ ഞാൻ വരണോ അങ്ങോട്ട്? എൻ്റെ പൊന്നോ വേണ്ട, നീയും കൂടി വന്നാലേ ആകെ കൊളാവും. നീ ഇവിടെ കയറി വന്ന നിമിഷം അവൾ അച്ഛനെ വിളിക്കും. പിന്നെ നിനക്കറിയാലോ കാര്യങ്ങൾ, നീ ഇങ്ങോട്ട് വരേ വേണ്ട. അത് പറഞ്ഞുകൊണ്ട് രോഹിത്ത് ഹരിയുടെ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് രോഹിത്ത് സിറ്റ് ഔട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോഴാണ് അലീനയ്ക്കൊരു കാര്യം ഓർമ്മ വന്നത്, മനു പറഞ്ഞ കാര്യമേ. അപ്പോൾ അലീന ഇങ്ങനെ, അയ്യോ നീ രോഹിത്തെങ്ങാനും താൻ കാണാതെ ഹരിയെ മുകളിലെങ്ങാനും കയറ്റിയിട്ടുണ്ടാവോ? അന്ന് അങ്ങനെയാണല്ലോ സംഭവിച്ചത്. ഹരിയെ റൂമിൽ കയറി ഒളിപ്പിച്ച് നിർത്തിയിട്ടല്ലേ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞ് എന്നെ വരുത്തിയത് എന്നൊക്കെ ഇങ്ങനെ അലീനയ്ക്ക് പേടിയാവാണ്. അപ്പം അലീന പെട്ടെന്ന് തന്നെ കുക്കറും ഗ്യാസും ഒക്കെ ഓഫ് ചെയ്തിട്ട് അവൾ റൂമിൽ കയറി വാതിലടയ്ക്കുകയാണ്. അപ്പോൾ ഇതേ സമയം ഫ്രണ്ടിലെ ഡോറൊക്കെ അടച്ചിട്ടിട്ട് രോഹിത്ത് വരുന്നുണ്ട്.
അപ്പോൾ രോഹിത്ത് വന്ന് കിച്ചണിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് അലീനയെ. അപ്പോൾ അലീനയെ അവിടെ ഇവിടെയൊന്നും കാണുന്നില്ല. അപ്പോൾ അലീന റൂമിൽ കയറി വാതിലടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് രോഹിത്തിനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ രോഹിത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ടെൻഷനോട് കൂടി നടന്ന് ഫോണിൽ സംസാരിക്കുന്നത് കൂടി കണ്ടപ്പോഴാണ് അവൾക്ക് കൂടുതൽ ടെൻഷനായത്. അപ്പോൾ അവൾ ഡോറ് ലോക്ക് ചെയ്ത് അകത്ത് കയറിയതൊന്നും രോഹിത്ത് കണ്ടിരുന്നില്ല. അപ്പോൾ അലീന റൂമിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേ സമയത്ത് വീണ്ടും മനു വിളിക്കുകയാണ്. അപ്പോൾ മനു വിളിച്ചിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, എന്തായി അലീന അവിടെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, നിൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ, കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മനുവേട്ടാ, കിച്ചണിലെ വർക്കൊന്നും കംപ്ലീറ്റ് ആയില്ല, പക്ഷെ ഉച്ചക്കൽക്കേക്കുള്ളതൊക്കെ അത്യാവശ്യം ഞാൻ റെഡിയാക്കി. പിന്നെ എന്തു പറ്റി? ഇല്ല മനുവേട്ടാ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മനുവേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്ക് ആകെപ്പാടൊരു ടെൻഷൻ. രോഹിത്താണെങ്കിൽ ഇവിടെയൊക്കെ നടന്ന് എന്തോ ഒരു ടെൻഷനുള്ള പോലെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചൊക്കെ നടക്കുന്നത് കൂടി കണ്ടപ്പോൾ ആകെ ഒരു സമാധാനക്കേട്. ധൈര്യമായിട്ടേ കിച്ചണിൽ നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇല്ലടി പെണ്ണേ, നീ പേടിക്കാതിരിക്കേ, ഞാനേ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ റൂമിൽ തന്നെ ഇരുന്നോ, നീ പുറത്തേക്കൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട, ഞാൻ വന്നിട്ട് നമുക്ക് കിച്ചണിലെ ബാക്കി ഡ്യൂട്ടിയൊക്കെ ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞ് മനു സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ അപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് തിരിച്ചോ? ഇല്ലടി, നേരത്തെ ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഞാൻ യാത്രയിലായിരുന്നു, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ നിന്നോട് പറയണ്ടെന്ന് വിചാരിച്ചു, ഇപ്പം ഇത് പറഞ്ഞാൽ നിനക്കൊരു സമാധാനം കിട്ടുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് മനു കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതേ സമയം രോഹിത്ത് കേൾക്കുന്നുണ്ട് അലീന ഫോണിൽ റൂമിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ രോഹിത്തിന് കാര്യം മനസ്സിലായിട്ടോ, അവൾക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തിട്ടാണ് അവൾ സ്ഥലം മാറിയിരിക്കുന്നതെന്ന്. അപ്പോൾ തന്നെ ഹരിയെ വിളിച്ച് അവൻ കാര്യം പറയാണ്. എടാ, നമ്മ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ, അവൾക്ക് ഒടുക്കത്തെ ബുദ്ധിയാണ്. ഞാൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കണ്ടപ്പോഴേ അവൾ കയറി റൂമിൽ കയറി കതക് അടച്ചു കഴിഞ്ഞു. ഇനി ഒരു രക്ഷയില്ല മോനെ എന്ന് പറയുമ്പോൾ ഹരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ നീ എന്തെങ്കിലും ഇപ്പുറം സൂത്രം വല്ലതും കാണിക്കടാ, ഇപ്പുറം ആരെങ്കിലും വന്നെന്നോ നിന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നോ എന്നൊക്കെ. അപ്പോൾ അവൾ താനേ ഓടി വരും. നിങ്ങളോടൊക്കെ ഭയങ്കര പാസത്തിൽ നടക്കല്ലേ അവള്, അപ്പോൾ പിന്നെ അവൾ എന്തായാലും വരാതെ ഒന്നും ഇരിക്കില്ലടാ. നീയേ ഒന്ന് അഭിനയിച്ചൊക്കെ കാണിക്കേ. ഞാൻ എന്ത് അഭിനയിച്ച് കാണിക്കാനാണ് എൻ്റെ ഹരി നീ പറയുന്നത്? എടാ, ഇവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ച പോലെയൊക്കെ ഒന്ന് കാണിക്കടാ. അവൾ താനേ റൂമിൽ നിന്ന് ഇറങ്ങി വരും, അല്ലാതെ നീ പോയി ഡോറിൽ മുട്ടിയാലൊന്നും അവളത് തുറക്കാനേ പോകുന്നില്ല. ഹരി അത് പറഞ്ഞപ്പോഴേക്കും രോഹിത്തിനും അറിയാം താൻ ഡോറിൽ മുട്ടിയാൽ അലീന തുറക്കില്ലെന്ന്. അപ്പോൾ ഹരി രോഹിത്തിനോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ കോള് കട്ട് ചെയ്യാണ്, നീ നിൻ്റേതായ രീതിയിലൊന്ന് ഐഡിയ ആലോചിച്ചിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതേ സമയം നമ്മളെ രോഹിത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കിച്ചണിൽ കയറിയിട്ട് ഫ്രിഡ്ജ് തുറന്നു വെള്ളം എടുത്തിട്ട് അവിടെ താഴ്ത്തിട്ട് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നുണ്ട് അലീന റൂമിലേക്ക്. അപ്പോൾ താഴത്ത് വീണ് പൊട്ടിയ കുപ്പിച്ചില്ലയിൽ മനഃപൂർവ്വം രോഹിത് കാല് വെച്ച് കാല് മുറിക്കുകയാണ്. എന്നിട്ട് രോഹിത് കിടന്ന് അലറി വിളിക്കുന്നുണ്ട്, അയ്യോ എൻ്റെ കാല് മുറിഞ്ഞേ, ഒന്ന് ഓടി വരണേ, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒച്ചെടുക്കുന്നത് അലീന കേൾക്കുന്നുണ്ട്. അപ്പം അലീനയ്ക്ക് അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് സങ്കടം തോന്നിയിട്ട് അലീന പുറത്തേക്ക് വരികയാണ്. അയ്യോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കാല് മുറിഞ്ഞു കുപ്പിച്ചില്ല് എന്ന് പറഞ്ഞ് അലീന നോക്കുമ്പോൾ രോഹിത്തിൻ്റെ കാലിൽ നിന്ന് കുറച്ച് മുറിവായിട്ട് ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ അനങ്ങാതെ അവിടെ തന്നെ നില്ലേ, ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, നിൻ്റെ കാല് ഞാൻ ക്ലീൻ ചെയ്ത് മുറിവ് വെച്ച് കെട്ടിത്തരാം, അവിടെ നിൽക്കുക, അനങ്ങല്ലേ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അലീന പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് അലീന കാലുമെന്ന് പതിയായ ചില്ല് ഇങ്ങോട്ട് മാറ്റി, എന്നിട്ട് അലീന അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ കാലിലെ മുറിവ് ബ്ലഡൊക്കെ തുടച്ച് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ്റെ കാലിൽ മുറിവ് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് അവൾ തുണിയൊക്കെ എടുക്കുന്നതിനിടയിൽ തന്നെ രോഹിത്ത് അവളിങ്ങനെ പിടിച്ച് വലിക്കുകയാണ് കയ്യിൽ. അപ്പോൾ അത് കൂടി കാണുമ്പോൾ അലീന പെട്ടെന്ന് ഷോക്കാവുകയാണ്. അലീന ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അലീനയോട് അവനിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് അവളെ മുഖത്ത് ഇങ്ങനെ കുത്തി പിടിച്ചുകൊണ്ട് അവളോട് പറയാണ്, നിന്നെ റേപ്പ് ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ, നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊന്നാൽ ആരും എന്നെ ഒന്നും പറയാനൊന്നും പോകുന്നില്ലല്ലോ, പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നല്ലേ ഉള്ളൂ, ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാത്തിനും ഒരു അന്ത്യം കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന, രോഹിത്തെ എന്നെ വിട് രോഹിത്തെ എന്നിങ്ങനെ അലീന പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അവൻ ശ്രദ്ധിക്കുന്നേ ഇല്ല.
നീ ഈ കുടുംബത്തിൽ വന്ന് കയറിയത് മുതൽ ഈ കുടുംബത്തിൽ ഒരു സമാധാനം എന്ന് പറയണത് ഉണ്ടായിട്ടില്ല. ഇപ്പം എൻ്റെ അമ്മ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, എല്ലാത്തിനും കാരണക്കാരി നീയാ. എല്ലാം ഞാൻ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കുകയോടി എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ തള്ളി വിടുകയാണ്. അപ്പോൾ തള്ളി വിടുമ്പോൾ അലീനയുടെ തല ചെന്ന് ബോഡിയിൽ ഇടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് തല മുറിഞ്ഞ് അവിടെ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അപ്പം അലീനയ്ക്ക് ആകെ പേടിയാവുകയാണ്. അപ്പം അലീന ഇങ്ങനെ തല ഇങ്ങനെ അയ്യോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ച് കയ്യിൽ നോക്കുമ്പോൾ കയ്യിലാകെ ബ്ലഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അവൾക്ക് തല മുറിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ രോഹിത് അവളോട് പറയുന്നുണ്ട്, എനിക്കിതൊന്നും കണ്ടിട്ട് ഒരു സഹതാപവും തോന്നുന്നില്ലടി. നീയും എൻ്റെ അച്ഛനും ഒക്കെ പറയുന്നുണ്ട് നീ എൻ്റെ അച്ഛൻ്റെ മകളാണെന്ന്. ഞാൻ അതുപോലും ഇതുവരെയും വിശ്വസിച്ചിട്ടില്ല. എനിക്കതൊന്നും വിശ്വസിക്കേണ്ട കാര്യവുമില്ല. നീ ചത്ത പോലെ ഒരു മൂലയ്ക്ക് കിടക്കും, ഇതേപോലെ ഞാൻ നിന്നെ കിടത്തും, അതാടി ഇന്നത്തെ എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് അവൻ കിച്ചണിൽ നിന്ന് ഒരു വലിയ വടിയെടുത്ത് വരികയാണ്. അപ്പോഴേക്കും അലീന അവിടെ നിന്ന് പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് സിറ്റ് ഹാളിലേക്ക് നീങ്ങാണ് കേട്ടോ. അപ്പോൾ ഹാളിലേക്ക് ഇങ്ങനെ അവൾ ഫോൺ എടുക്കാനായിട്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോഴേക്കും രോഹിത്തും വടിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതേ സമയത്ത് ഫ്രണ്ടിലെ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ മനു പെട്ടെന്ന് ഇങ്ങനെ ഡോറ് തുറന്ന് വരുമ്പോൾ മനു കാണുന്ന കാഴ്ച താഴെ തലയൊക്കെ മുറിഞ്ഞ് കിടക്കുന്ന അലീനയും കയ്യിൽ വലിയൊരു വടിയായിട്ട് നിൽക്കുന്ന രോഹിത്തിനെയുമാണ്. അപ്പോൾ മനുവിന് ആകെ സങ്കടം തോന്നുകയാണ് കേട്ടോ. അലീനയുടെ ആയ കിടപ്പും രോഹിത്തിൻ്റെ ആയ അവളോടുള്ള ഒരു ദേഷ്യഭാവവും. മനു പെട്ടെന്ന് അലറി വിളിച്ചുകൊണ്ട് രോഹിത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഓടി വന്ന് അവനിങ്ങനെ ഇങ്ങനെ ഷർട്ടിന് കുത്തി പിടിച്ചിട്ട് മുഖത്തേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിക്കുകയാണ്. അപ്പോഴും അലീന പറയുകയാണ്, വേണ്ട മനുവേട്ട തല്ലല്ലേ, പ്ലീസ് പ്ലീസ് മനുവേട്ട ഞാൻ പറയട്ടെ എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ അലീന? ഇന്നത്തോടു കൂടി ഇവൻ്റെ എല്ലാത്തിൻ്റെയും തീരുമാനം ഞാൻ ഉണ്ടാക്കിയിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ബ്ലഡ് വരുന്നത് ഇങ്ങനെ രോഹിത്തിനെ അടിക്കുന്നതിനിടയ്ക്ക് മനു കാണുന്നുണ്ട്. അപ്പോൾ അവനെ അവിടെ ഇങ്ങനെ തള്ളി ഇട്ടിട്ട് മനു ചെന്ന് അലീനയെ എടുക്കുകയാണ്. അപ്പോൾ എടുത്ത് കസാരയിൽ ഇങ്ങനെ ചാരി ഇരുത്തി അവളുടെ ഷോൾ കൊണ്ട് തന്നെ അവളുടെ നെറ്റിയിൽ നിന്ന് ബ്ലഡൊക്കെ തുടച്ച് മാറ്റിയിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, പോയിട്ട് മുറിവും വെച്ച് കെട്ടാനുള്ള മരുന്ന് എടുത്തിട്ട് വാടാ എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത്ത് അനങ്ങാതെ കിടക്കുന്ന കണ്ടപ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ട്, മനുവാണ് പറയുന്നത് നിന്നോട്, അടുത്തതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് തന്നെ പിടിയില്ല, പോയി എടുത്തിട്ട് വാടാ എന്ന് പറയുകയാണ്. അപ്പോൾ രോഹിത്ത് അതൊക്കെ എടുത്ത് മനുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, രോഹിത്തെ നിനക്ക് എന്താണ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടും നിനക്ക് മനസ്സിലാവാത്തത്? നീ എന്തിനാണ് ഇവളിങ്ങനെ ഉപദ്രവിക്കുന്നത്? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, മനുവേട്ടൻ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? എൻ്റെ അമ്മയുടെ ഈ അവസ്ഥയ്ക്കും എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കീൽ നിൽക്കുന്ന അവസ്ഥയ്ക്കും എല്ലാത്തിനും കാരണക്കാരി ഇവളല്ലേ. പിന്നെ എന്താണ് ഒന്നും മനസ്സിലാവാത്ത പോലെ മനുവേട്ടൻ സംസാരിക്കുന്നത്? അതെങ്ങനെയാടാ ഇവളാവുന്നത്? അത് മാത്രമാണോ എന്നെ എൻ്റെ കുടുംബക്കാരുടെയും എൻ്റെ പെങ്ങന്മാരുടെയൊക്കെ മുമ്പിൽ ഇവളല്ലേ എന്നെ നാണം കെടുത്തി നിർത്തിയത്? അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ രോഹിത്തെ? നീയൊക്കെ അവളോട് എന്താ ചെയ്തത്? അതെന്താ നീ ഒന്നും ചിന്തിക്കാത്തത്? എനിക്കൊന്നും അറിയണ്ട മനുവേട്ട, ഇവളിനി ഇവിടെ വേണ്ട. അതെന്താ മനുവേട്ടൻ മനസ്സിലാക്കാത്തത്? ദേ രോഹിത്തെ, ഞാൻ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ അലീന പെട്ടെന്ന് ഇങ്ങനെ മനുവിനെ വേണ്ട എന്ന രീതിയിൽ ഇങ്ങനെ മനുവിനെ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ മനു അതിങ്ങനെ വിട്ടു എന്നുള്ള രീതിയിൽ പിന്നെ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നിന്നോട് നിൻ്റെ അച്ഛൻ പറഞ്ഞതല്ലേ ഇവൾ നിൻ്റെ സഹോദരിയാണ്, അദ്ദേഹത്തിൻ്റെ മകളാണെന്ന്? പിന്നെ നിനക്കൊക്കെ എന്താണ് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്? അദ്ദേഹം പറയുന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് തെളിയിക്കാൻ പിന്നെ നിനക്കൊക്കെ എന്ത് തെളിവാണ് വേണ്ടത്? മനുവേട്ടനൊക്കെ അത് വിശ്വസിച്ചോ? ഞാൻ വിശ്വസിക്കില്ല. കാരണേ എൻ്റെ അച്ഛനെ ഒരുപാട് വർഷങ്ങളോളായിട്ട് എൻ്റെ അമ്മയെ സ്നേഹിച്ചിരുന്ന ഒരാളാണെന്നും അമ്മയെ വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രമാണ് അച്ഛൻ ഇത്രയും വലിയ ബിസിനസ്സുകളും എല്ലാം ഉണ്ടാക്കിയെടുത്തതെന്നും എല്ലാം അറിയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഞാൻ വിശ്വസിക്കണോ? അതിനിടയ്ക്ക് അച്ഛന് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകളാണ് ഇവളെന്ന് നിങ്ങളൊക്കെ വിശ്വസിച്ചാൽ മതി. ഞാനതൊന്നും വിശ്വസിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവളെ അച്ഛനെ വലവീശി പിടിച്ചതാ. എല്ലാവരെയും മുമ്പിൽ കള്ളക്കഥ ചമഞ്ഞ് നടക്കുകയാണ് അച്ഛനും ഇവളും കൂടി. ഇവൾക്ക് പതിയെ ഈ കണ്ട സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്ത് ഇവിടെ നിന്ന് മുങ്ങാലോ മനുവേട്ടാ. അതൊക്കെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇവളെപ്പോലുള്ള സ്ത്രീകളെ ഇതല്ല ഇതിനപ്പുറവും കാണിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും മനു അവൻ്റെ മുഖത്തിട്ട് അടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മനു പറയുന്നുണ്ട്, രോഹിത്തെ ഇപ്പം ഞാൻ പറഞ്ഞേക്കാം, ഇവളെ എൻ്റെ പെണ്ണാണ്, മനുശങ്കറിൻ്റെ പെണ്ണ്. അവളെക്കുറിച്ച് ഇനി നീ മേലാക്കം എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടി അവളെ ഒരു വാക്കുകൊണ്ട് പോലും ഒരു വിരൽത്തുമ്പ് കൊണ്ട് പോലും അവളെ വേദനിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ ഈ മനു ആയിരിക്കില്ല നീ ഇനി കാണാൻ പോകുന്നത്. പിന്നെ നീ അറിയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന
ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇനിയും നിന്നോട് അതെല്ലാം മറച്ചു വെച്ചിരുന്നിട്ട് ഇനിയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അലീന മനുവിനോട് പറയുന്നുണ്ട്, വേണ്ട മനുവേട്ടാ വേണ്ട, നമ്മളായിട്ട് ഇനി ഒന്നും പറയാൻ പാടില്ല, നമ്മളായിട്ട് ഇനി ആരോടൊന്നും പറയരുത് മനുവേട്ടാ, മനുവേട്ടൻ അച്ഛന് കൊടുത്തിട്ടുള്ള വാക്കല്ലേ, വേണ്ട മനുവേട്ടാ പ്ലീസ് പ്ലീസ്. ലീന മനുവിൻ്റെ അടുത്ത് കെഞ്ചി കെഞ്ചി പറയാണ് കേട്ടോ, പറയരുത് പറയരുതെന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇല്ല ലീന, ഇനിയും ഇത് ആരും അറിയാതിരുന്നാൽ കാര്യമില്ല. ആരറിഞ്ഞില്ലെങ്കിലും ഇവനായിരുന്നു ഇതെല്ലാം അറിയേണ്ടിയിരുന്നത്. പക്ഷെ ആരൊക്കെ എന്തൊക്കെ അറിഞ്ഞിട്ടും ഇവൻ മാത്രം ഒന്നും അറിഞ്ഞില്ല. ഇവനോട് ഇന്നത്തോടു കൂടി അറിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മനു രോഹിത്തിൻ്റെ അടുത്തേക്ക് നടന്ന് ചെല്ലുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട്, നീ പറഞ്ഞത് സത്യമാണ്, നിൻ്റെ അച്ഛനെ നല്ല മനുഷ്യൻ തന്നെയാണ്. ആ കാര്യത്തിൽ നിനക്ക് സംശയമില്ല അല്ലേ? ആ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് തിരിച്ച് രോഹിത്ത് പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, എങ്കിലേ ആ സംശയം നിനക്ക് ഇന്നത്തോടു കൂടി മാറിക്കിട്ടും. ഇവള് നിൻ്റെ അച്ഛൻ്റെ മകളൊന്നുമല്ല, അതിപ്പോൾ മനുവേട്ടൻ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം എന്നൊരു പുച്ഛഭാവത്തോടു കൂടി അവനിങ്ങനെ നിന്നുകൊണ്ട് പറയാണ് കേട്ടോ. അപ്പോൾ പറയാണ്, ഇവള് നിൻ്റെ അമ്മയുടെ മകളാണെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊക്കെ പ്രാന്താണോ? തോന്നുമ്പോൾ തോന്നുന്ന കഥകളുണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, നീ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക, നിനക്ക് ഞാനൊരു 23 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് മനു തന്നെ രോഹിത്തിനെ പിടിച്ച് സോഫയിൽ ഇരുത്തുന്നുണ്ട്. പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് സമാധാനത്തോടു കൂടി കേൾക്കണം. 23 വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെ അമ്മയുടെ വീട്ടിലെ ജോലിക്കാരിയുടെ സാധാരണ ഒരു ജോലിക്കാരിയുടെ മകനായിരുന്നു നിൻ്റെ അച്ഛൻ. അന്ന് നിൻ്റെ അമ്മയോട് സ്നേഹം തോന്നി നിൻ്റെ അമ്മയെ വിവാഹം കഴിച്ചു തരാമോ എന്ന് ചോദിച്ച നിൻ്റെ അച്ഛനെ നമ്മുടെ വീട്ടുകാരെല്ലാവരും കൂടി ആട്ടി ഓടിച്ചു. അങ്ങനെ വാശി തോന്നി നിൻ്റെ അച്ഛൻ ഗൾഫിലേക്ക് നാട് വിട്ടു പോയി. അവിടെ പോയി നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ച് സമ്പാദിക്കാൻ തുടങ്ങി. ഇതേ സമയം നിൻ്റെ അമ്മ നമ്മുടെ മൂത്ത വെല്ലിച്ചനായ ഗംഗാധര വെല്ലിച്ചൻ്റെ ഒപ്പം ആഗ്രയിലേക്ക് പോയി. അവിടെ വെച്ച് ഗംഗാധര വെല്ലിച്ചൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനായ സ്റ്റാൻലിയുമായി നിൻ്റെ അമ്മ അടുപ്പത്തിലായി. ഒരു 10 മാസത്തോളം അവരവിടെ പ്രണയിച്ചും സ്നേഹിച്ചും ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തു, ആരും അറിയാതെ തന്നെ. അതിനിടയിൽ അവിടെ വെച്ചാണ് അലീനയെ നിൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആകുന്നത്. ഇതുകൂടി കേട്ടതോടെ രോഹിത് ആകെ ഷോക്കാവുകയാണ് കേട്ടോ. രോഹിത് ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് മനുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണ്ടാത്തരൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതാണോ നിങ്ങളുടെ കഥ? രോഹിത്തെ, ഞാൻ തുടക്കത്തിലേ നിന്നോട് പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ സമാധാനമായിട്ട് കേട്ടിരിക്കണമെന്ന്. അത് പറഞ്ഞ് വീണ്ടും രോഹിത്തിനെ തന്നോടൊപ്പം തന്നെ ചേർത്തിരുത്താണ് മനു. വീണ്ടും മനു രോഹിത്തിനായി കഥ പറഞ്ഞു തുടങ്ങുകയാണ്. എന്നാൽ ഇതേ സമയം ഗർഭിണിയായ നിൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പറ്റിച്ച് ആ സ്റ്റാൻലി എന്ന ചെറുപ്പക്കാരൻ നാട് വിട്ടു പോവുകയാണ് അയാളുടെ നാട്ടിലേക്ക്. ഇതേ സമയം ഗംഗാധര വെല്ലിച്ചനും അവിടെ ഉണ്ടായിരുന്ന വല്യമ്മയും ഒക്കെ വിവരങ്ങൾ അറിഞ്ഞ് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് മറ്റുള്ള ആങ്ങളമാരോടും അച്ഛനോടും അമ്മയോടും ഒക്കെ വിവരങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അപ്പോൾ തിരിച്ചെത്തിയ വൈജാൻറ്റി, അതായത് നിൻ്റെ അമ്മ, കുട്ടിയെ ഉപേക്ഷിക്കാൻ, അതായത് ഒന്നും ചെയ്ത് നശിപ്പിച്ച് കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടിയെ പ്രസവിക്കാം എന്ന രീതിയിലെത്തി കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടുകാരും അറിയാതെ അവർ ദൂരെ രാവണ്യ അമ്മാവനുണ്ടല്ലോ ഇവരുടെ, അപ്പോൾ രാവണ്യ അമ്മാവൻ്റെ കെയർ ഓഫിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഡെലിവറി നടക്കുകയാണ്. എന്നാൽ നിൻ്റെ അമ്മയോട്, അവിടെ നിന്നാണ് നിൻ്റെ അമ്മയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. ഡെലിവറി കഴിഞ്ഞ നിൻ്റെ അമ്മയോട് എല്ലാവരും കൂടി പറഞ്ഞു, അമ്മ പ്രസവിച്ച ആ കുഞ്ഞ് ഒരു പെൺകുഞ്ഞായിരുന്നുവെന്നും ആ പെൺകുഞ്ഞ് മരിച്ചുപോയെന്നും കളവ് പറഞ്ഞു. എന്നാൽ നിൻ്റെ അമ്മ വിശ്വസിക്കാൻ തയ്യാറായില്ല. ആ മരിച്ച കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അമ്മയെ ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി സഡേഷനിലാക്കി. ഇതേ സമയം നമ്മുടെ രാവണ്യമ്മാവനും നമ്മുടെ മുത്തച്ഛനും കൂടിയിട്ട് കുട്ടിയെ ഓർഫനേജിലാക്കി. നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും ബ്രിജിത മമ്മി എന്ന് അലീന പറയുന്നത്. അതേ ബ്രിജിത മമ്മിയുടെ കയ്യിൽ അലീനയെ കൊണ്ടുപോയി അവർ ഏൽപ്പിക്കുക. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുപോയി. അതിനിടയിൽ നിൻ്റെ അമ്മയ്ക്ക് ഡിപ്രഷനായി. അതിൽ നിന്നൊക്കെ ഇവർ റിക്കവറായി വന്നു. അമ്മയെ കൊണ്ട് ബാങ്ക് കോഴ്സൊക്കെ ചെയ്യിച്ചു. ബാങ്കിങ് കോഴ്സൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ബാങ്കിൽ അമ്മ ജോലിക്കും കയറി. ഇതേ സമയത്ത് കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല നിൻ്റെ അമ്മ.
അപ്പോൾ അതേ സമയത്താണ് നിൻ്റെ അച്ഛൻ്റെ പ്രൊപ്പോസൽ വീണ്ടും വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുകാരുമായി സ്റ്റാറ്റസ് കൊണ്ട് എന്തിനു മുന്നിലെത്തിക്കൊണ്ട് തന്നെയാണ് അച്ഛൻ വീണ്ടും അമ്മയെ വന്ന് കല്യാണം ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് തോന്നിക്കാണാം, ഇങ്ങനെ ഒരു ദോഷം സംഭവിച്ച് നിൽക്കുന്ന അമ്മയ്ക്ക് എന്തുകൊണ്ടും അമ്മയെ ഒരുപാട് മുമ്പേ തന്നെ സ്നേഹിച്ചിരുന്ന ബാലചന്ദ്രനെ കൊണ്ട് വിവാഹം കഴിക്കാമെന്ന്. അങ്ങനെയാണ് അമ്മയും അച്ഛനും ഒന്നാകുന്നത്. അതിനുശേഷം വൈജാൻറ്റി പ്രസവിച്ച 3 മക്കളാണ് നിങ്ങൾ 3 അതായത് വൈജാൻറ്റിയുടെ മൂത്ത മകളാണ് നീ ഇപ്പോൾ തല്ലിച്ചതച്ച് ആയിരിക്കുന്ന അലീന എന്ന് പറയുമ്പോൾ രോഹിത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് രോഹിത്ത് ഇങ്ങനെ അലീനയെ വല്ലാത്തൊരു വിഷമത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ. പിന്നെ രോഹിത്തെ ഒരു കാര്യം കൂടി, ഇതെല്ലാം അറിയുന്ന ഒരു ദൈവതുല്യനായ ഒരു മനുഷ്യനാണ് നിൻ്റെ അച്ഛൻ. നീ പറഞ്ഞില്ലേ നിൻ്റെ അച്ഛൻ കള്ളത്തരാണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. ഏറ്റവും വലിയ കള്ളത്തരം കാണിക്കുന്നത് നിൻ്റെ അച്ഛൻ തന്നെയാണ് രോഹിത്തെ. നീ പറഞ്ഞത് സത്യമാണ്. കാരണം ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ നിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യുമോ, എല്ലാവരെയും ഉപേക്ഷിച്ച് പോകുമോ എന്ന ഭയം കൊണ്ട് ഇതൊന്നും പറയാതെ തന്നെ 23 വർഷം പറ്റിച്ചു എന്നൊരു ദേഷ്യം കൂടി ഉള്ളിലിട്ട് കൊണ്ട് മാത്രമാണ് അച്ഛൻ ഇങ്ങനെ ചെറിയ രീതിയിലെങ്കിലും ഇങ്ങനെ ഒരു വൈരാഗ്യങ്ങൾ അച്ഛൻ കാണിക്കുന്നത്. പിന്നെ ഇതെല്ലാം അറിയുന്ന കുറച്ച് പേര് ഞങ്ങളാണ്, ഞാനും നിൻ്റെ 3 അമ്മാവന്മാരും പിന്നെ നിൻ്റെ ഇളയ സഹോദരി കൃഷ്ണമോളും. അതുകൊണ്ടാണല്ലോ കൃഷ്ണമോള് ഇപ്പം ഇവളെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. പിന്നെ അന്നത്തെ ആ കിഡ്നാപ്പിംഗ് കേസോടുകൂടി നിൻ്റെ അമ്മാവന്മാർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നല്ലോ. ആ ഡൗട്ടും ഞാനിപ്പോൾ ക്ലിയർ ചെയ്ത് തരാം. അന്ന് മാത്രമാണ് ഇതൊക്കെ അറിയുന്നത്. കാരണം ബാലചന്ദ്രൻ അങ്കിളിന് സഹിക്കാൻ കഴിയുന്നതിലപ്പുറത്തായിരുന്നു അവരുടെ എല്ലാം ചെയ്ത്. അപ്പോൾ ഇപ്പോൾ നിന്നോട് ഞാൻ പറയാനുണ്ടായ സാഹചര്യം പോലെ തന്നെയാണ് അങ്കിൾ അവരോടും അതെല്ലാം പറഞ്ഞൊപ്പിച്ചത്. അതിന് മുമ്പേ ഗംഗാധര വലിയച്ഛന് ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വേറെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ നിൻ്റെ അമ്മയ്ക്കൊന്നും അറിയില്ല രോഹിത്തെ, ഇപ്പോൾ നീയും ഇതറിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് നീ തന്നെ പറ. രോഹിത്തിന് തിരിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ. എങ്കിലും രോഹിത് ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ, എന്നെ വീണ്ടും വീണ്ടും നിങ്ങളെല്ലാവരും ഒരേന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയാണ്, ഇല്ല രോഹിത്തെ, ഇനിയും നിന്നോട് കളവ് പറഞ്ഞ് നിന്നെക്കൊണ്ട് ഒരു പെങ്ങളോട് ചെയ്യാൻ പറ്റാവുന്നതിലപ്പുറത്തെ ക്രൂരതകൾ ചെയ്യിക്കാൻ ഞാനിനി തയ്യാറല്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോടിത് പറഞ്ഞത്. നിനക്കൊന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു ആങ്ങള സ്വന്തം പെങ്ങളെ കയറി പിടിക്കുന്ന ഒരു സന്ദർഭം വന്നാൽ ആ പെങ്ങൾക്ക് എന്താടാ ചെയ്യാൻ കഴിയുക? അന്ന് അവൾ അത് തന്നെയല്ലേ ചെയ്തത് എന്ന് പറയുമ്പോൾ രോഹിത് മുഖം പൊത്തിപ്പിടിച്ചിരുന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അപ്പോൾ അലീന വന്നിട്ട് രോഹിത്തിൻ്റെ തോളിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. നീ കരയരുത്, നിങ്ങളെല്ലാവരും കരയുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിതെല്ലാം സഹിച്ചിട്ടും നിങ്ങളോട് ആരോടും ഞാൻ ആരാണെന്ന് സത്യം പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ അലീനയുടെ കാൽക്കൽക്ക് വീഴാണ് കേട്ടോ രോഹിത്ത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത്, എനിക്ക് മാപ്പ് തരണം. അപ്പോൾ അലീന ഇങ്ങനെ കരഞ്ഞുണ്ട് മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടാ ഇത് കണ്ടില്ലേ മനുവേട്ടാ, എന്നെ എന്തിനാ മനുവേട്ടാ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കുന്നത്? നിങ്ങൾ ഒന്ന് എണീക്കാൻ പറയുമോ രോഹിത്തിൻ്റെ അടുത്ത്? എനിക്ക് അവൻ എൻ്റെ കുഞ്ഞനിയനല്ലേ, മനുവേട്ടാ ഒന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അവനെല്ലാം മനസ്സിലായി അലീന, അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ കരയുന്നത്, നീ തന്നെ അവനെ അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുക, അവൻ എഴുന്നേറ്റുള്ളൂ എന്നിങ്ങനെ മനു സന്തോഷത്തോടു കൂടി പറയാണ് കേട്ടോ. അപ്പോൾ അതേപോലെ അലീന എണീപ്പിക്കുകയാണ്, നീ എണീക്കടാ, എനിക്ക് അങ്ങനെ ഒന്നും ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ രോഹിത്തിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന മനുവിനും വളരെ സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, രോഹിത്തെ ഇനിയെങ്കിലും നീ ഒരു ഉത്തരവാദിത്തമുള്ള ഒരാങ്ങളെയാവണം, 3 പെങ്ങന്മാർക്ക് കൂടി അവരെ നോക്കാനുള്ള ഒരാങ്ങളെയാണ് നീ. അപ്പോൾ ഇപ്പോൾ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, നീ ഇപ്പോൾ ഒരു പക്വതയോടു കൂടിയുള്ള ഒരു പയ്യനായിട്ടാണ് നീ പ്രവർത്തിക്കുന്നതെന്ന് എനിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നീ വേണം ഇനി ശ്രദ്ധിക്കാൻ. നിൻ്റെ അച്ഛന് നീ ഒരു തണലായി മാറണം. അദ്ദേഹം പാവമാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? അമ്മയോടും ഒരു കാരണവശാലും ഒരു വൈരാഗ്യം നീ കാണിക്കരുത്. എല്ലാം മറന്നുകൊണ്ടാണ് നിൻ്റെ അമ്മ ജീവിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൻറ്റി ആത്മഹത്യ ചെയ്യാൻ പോലുമുള്ള ഒരു സാധ്യതയുണ്ട്.
ഇല്ല മനുവേട്ടാ, ഞാനായിട്ട് ഇനി ഒന്നിനും നിൽക്കില്ല. അച്ഛൻ്റെ കാല് പിടിച്ച് ഞാനിനി അച്ഛനോട് മാപ്പ് ഞാൻ പറയും. മനുവേട്ടനോട് നന്ദിയുണ്ട് എൻ്റെ കണ്ണ് തുറപ്പിച്ചതിന് എന്ന് പറഞ്ഞിട്ട് മനുവിനെയും ചെന്ന് അവനിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മനോഹരമായ ഒരു എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുതേ.